കൗൺസിലിൻ്റെയും ALRSAയുടെയും സ്ഥാപക നേതാക്കളിൽ ഒരാളും സ്വന്തം ജീവിതം തന്നെ റെയിൽവേ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അതിനുവേണ്ടിയുള്ള സമരങ്ങൾക്കുമായി ഉഴിഞ്ഞുവച്ച സഖാവ് PC ഏഞ്ചൽ 2024 ഏപ്രിൽ 23 നമ്മെ വിട്ടുപിരിഞ്ഞു. എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മരണം ALRSAയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ്. കൽക്കരി എഞ്ചിനിൽ ജോലി ചെയ്യുന്ന റെയിൽവേ സ്റ്റാഫിൻ്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു 1950കളും 60കളും. അനന്തമായി നീളുന്ന ജോലി സമയവും മാസങ്ങൾ കൂടുമ്പോൾ മാത്രം കിട്ടുന്ന പ്രതിവാര വിശ്രമവും കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു കൂട്ടം ജീവനക്കാരുടെ ഇടയിലേക്കാണ് റെയിൽവേയുടെ നിയമന ഉത്തരവുമായി 10/7/1958 സഖാവ് കൊല്ലത്തെത്തുന്നത്. അക്കാലത്ത് എഞ്ചിൻ ഡ്രൈവർമാർക്കായി ലോക്കോമൻ സ്റ്റാഫ് കൗൺസിൽ എന്നൊരു കാറ്റഗറിക്കൽ സംഘടന ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് ഫയർമാൻമാർക്ക് പ്രവേശനമില്ലായിരുന്നു. സംഘടിത ശക്തി ഇല്ലാത്തതുകൊണ്ട് ഓഫീസർമാരുടെയും സൂപ്പർവൈസർമാരുടെയും എന്തിനധികം കൂടെ ജോലി ചെയ്യുന്ന അപൂർവം ചില ഡ്രൈവർമാരുടെയും അടക്കം അധിക്ഷേപങ്ങളും ജൽപ്പനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കൂട്ടം അടിമകളായിരുന്നു അന്നത്തെ ഫയർമാൻമാർ. ആദ്യകാലത്ത് DRUവിൻ്റെ കൊല്ലം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം K. അനന്തൻ നമ്പ്യാരുടെ നിർദ്ദേശമനുസരിച്ച് 1964 പല സംഘടനകളിലായി ചിതറിക്കിടന്നിരുന്ന ഫയർമാൻമാരെ എല്ലാവരെയും കൂട്ടി ഫയർമാൻ കൗൺസിലിൻ്റെ കൊല്ലം ബ്രാഞ്ച് രൂപീകരിച്ചു. സഖാവിൻ്റെ നേതൃപാടവവും സംഘടനാ മികവും കാരണം കൊല്ലത്തെ 99% ഫയർമാൻമാരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നു. 1962 അപ്രൻറ്റീസ് ഫയർമാൻ എന്ന പോസ്റ്റ് റെയിൽവേയിൽ നിലവിൽ വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവർക്ക് 2 വർഷം ട്രെയിനിങ് കൊടുത്ത ശേഷം നേരിട്ട് ഫസ്റ്റ് ഫയർമാൻ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. 2 പേരും ചെയ്യുന്ന ജോലി ഒന്നു തന്നെയാണെങ്കിലും അപ്രൻറ്റീസ് ഫയർമാൻ സാധാരണ ഫയർമാനേക്കാൾ 3 ഗ്രേഡ് മുന്നിലായിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഈ നയം നിലവിലുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ആളിപ്പടരുന്നതിന് കാരണമായി. 26/11/1962 സഖാവിൻ്റെ ജീവിതത്തിലേക്ക് ശ്രീമതി ചിന്നമ്മ ഏഞ്ചലായി കടന്നു വന്നു. എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന പഴമൊഴി അന്വർത്ഥമാക്കും പോലെ ചേച്ചി അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട ജീവിതത്തിൽ എല്ലാവിധ പിന്തുണയുമായി ഒരു പരിഭവമില്ലാതെ എന്നും കൂടെ നടന്നു. 1967 മധുരയിൽ വച്ച് നടന്ന മീറ്റിങ്ങിൽ ജോലി സമയ ക്ലിപ്തതയ്ക്കും ഒരേ ജോലിക്ക് 2 കൂലി കൊടുക്കുന്നതിനുമെതിരെ പ്രമേയം പാസാക്കുകയും 67 ജൂലൈ മുതൽ സമരം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. സദേൺ റെയിൽവേയിൽ ശക്തമായി നടന്ന സമരത്തിൻ്റെ അലയൊലികൾ സഖാവ് അനന്തൻ നമ്പ്യാർ, സഖാവ് AK ഗോപാലൻ, സഖാവ് B രാമമൂർത്തി, സഖാവ് N ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പാർലമെൻറ്റിൽ ഉയർത്തുകയും അന്നത്തെ റെയിൽവേ മന്ത്രി ആയിരുന്ന TA പൈ സമരത്തിലിടപെട്ട് അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയതിൻ്റെ പേരിൽ സമരം പിൻവലിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഫെഡറേഷനുകൾ റെയിൽവേ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് 14 മണിക്കൂർ ജോലി സമയത്തിന് ഒത്തുതീർപ്പുണ്ടാക്കുകയും എഗ്രിമെൻ്റ് ഒപ്പിടുകയും ചെയ്തു. ഈ ചതിക്കെതിരെ അന്ന് DRUവിൻ്റെ കൊല്ലം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് ഫയർമാൻ കൗൺസിലിൻ്റെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ഈ പീഡന പർവങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത സഖാവ് അനന്തൻ നമ്പ്യാരുടെ നിർദ്ദേശപ്രകാരം DRUവിൻ്റെ സെക്രട്ടറി സ്ഥാനത്തോടൊപ്പം കൗൺസിലിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറുകയും ചെയ്തു. കൂടാതെ കൗൺസിലിൻ്റെ പ്രവർത്തനം സദേൺ റെയിൽവേയിൽ മുഴുവൻ വ്യാപിപ്പിക്കുവാനും തീരുമാനിച്ചു. അത് ഇന്ത്യൻ റെയിൽവേയിലെ, പ്രത്യേകിച്ച് സദേൺ റെയിൽവേയിലെ മറ്റ് ഡിവിഷനുകളിൽ മുഴുവനും ഒരാവേശമായി മാറുകയും സഖാവിൻ്റെയും മറ്റ് നേതാക്കളുടെയും പ്രചാരണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു പല ഡിവിഷനുകളിലും ഫയർമാൻ കൗൺസിലുകൾ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവയൊക്കെ ട്രേഡ് യൂണിയൻ അസ്തിത്വം ഇല്ലാതെ ഓരോ ഡിപ്പോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വെറും കൂട്ടായ്മകൾ മാത്രമായിരുന്നു. റെയിൽവേ ഭരണകൂടം സമരസഖാക്കൾക്കെതിരെ പ്രതികാര നടപടികൾ തുടങ്ങുകയും ഉറപ്പുകളൊന്നും പാലിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 1968 ജൂലൈയിൽ വിഴുപ്പുറത്ത് നടന്ന മീറ്റിംഗിൽ വീണ്ടും ശിക്ഷാ നടപടികൾ റദ്ദു ചെയ്യണമെന്നും ജോലി സമയം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം തുടങ്ങാൻ തീരുമാനിച്ചു. ആ സമരത്തിൻ്റെ അനന്തരഫലമായി അദ്ദേഹത്തിന് ഇൻ്റർ ഡിവിഷൻ ട്രാൻസ്ഫർ ശിക്ഷയായി ലഭിച്ചു. പക്ഷേ സഖാവ് നിയമ പോരാട്ടത്തിലൂടെ ഡിവിഷനിൽ തിരിച്ചെത്തി. അക്കാലത്ത് വളരെ തുച്ഛമായ വരുമാനം ഉണ്ടായിരുന്ന ഫയർമാൻമാർക്ക് സമരത്തിനും അതിനുവേണ്ടിയുള്ള യാത്രകൾക്കും ഫണ്ട് കണ്ടെത്തുന്നത് വളരെ വിഷമകരമായ സംഗതിയായിരുന്നു. അതിനൊരു പരിഹാരമായി തീവണ്ടി വരുമ്പോൾ കോച്ചുകളിലും സ്റ്റേഷനുകളിലും നടത്തിയ ബക്കറ്റ് പിരിവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഒരിക്കൽ യൂണിയൻ ആവശ്യവുമായി ചെന്നൈക്ക് പോകുന്ന വഴിക്ക്
ഫണ്ട് തികയാത്തതിനെ തുടർന്ന് കൂടെയുള്ള നേതാക്കന്മാരോടൊപ്പം ഈറോഡ് സ്റ്റേഷനിൽ യാത്ര നിർത്തിവെച്ച് അവിടെ ബക്കറ്റ് പിരിവ് നടത്തി ഫണ്ട് സ്വരൂപിച്ച് യാത്ര തുടർന്നയാളാണ് സഖാവ് PC ഏഞ്ചൽ. 1968 തന്നെ നടന്ന 3-ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കൂട്ടായ സമര പരിപാടിയിലും കൗൺസിലിനെ പങ്കെടുപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് മറ്റ് നേതാക്കൾക്കൊപ്പം കൊല്ലത്തും മധുരയിലും സഖാവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഫയർമാൻ കൗൺസിലിന് അംഗീകാര സംഘടനകളുടെ പിന്തുണ ലഭിക്കാതിരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള നീക്കങ്ങൾ ഇവർ ആവർത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലോക്കോ ജീവനക്കാർക്ക് മാത്രമായി തനതായുള്ള ഒരു സംഘടന രൂപീകരിക്കാനുള്ള ആവശ്യവും താൽപ്പര്യവും ഏറി വന്നത്. അങ്ങനെ 1970 വിജയവാഡയിൽ വച്ച് പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്ന ഫയർമാൻ കൗൺസിലുകളെയും ലോക്കോമെൻ സ്റ്റാഫ് കൗൺസിലിനെയും ഒന്നിച്ചു ചേർത്ത് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ രൂപീകരിച്ചു. അതിൻ്റെ ആദ്യത്തെ കൊല്ലം ബ്രാഞ്ച് സെക്രട്ടറിയായി സഖാവ് അവരോധിതനായി. 1970 രൂപീകരിക്കപ്പെട്ട സംഘടന രാജ്യവ്യാപകമായി ഏറ്റവും ആദ്യം നടത്തിയ 1973 സമരത്തിൽ പരമാവധി ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിലും സമരവീര്യം പകർന്ന് അവരെ ഉറപ്പിച്ചു നിർത്തുന്നതിലും ഈ സമരം ഐതിഹാസികവും ചരിത്രപരവുമായ മാറ്റത്തിൽ പ്രത്യേകിച്ചും മധുരയിലും കൊല്ലത്തും മുഖ്യ പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാൾ സഖാവായിരുന്നു. 1973 സമരം അംഗീകൃത സംഘടനകളും റെയിൽവേ ഭരണകൂടവും ആദ്യകാലങ്ങളിൽ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും വൻ പങ്കാളിത്തം കൊണ്ടും ഉറച്ച നിലപാടുകൾ കൊണ്ടും വൻ വിജയത്തിലെത്തിക്കുകയും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി എഗ്രിമെൻറ്റോടുകൂടി ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ ജോലി സമയം 10 മണിക്കൂറായി കുറച്ചതിന് ശേഷം പിൻവലിക്കപ്പെട്ട ചരിത്ര സമരമായി മാറുകയും ചെയ്തു. AARFൻ്റെ നേതൃത്വത്തിൽ 1974 സമരം പ്രഖ്യാപിച്ചപ്പോൾ 73 സമരത്തിൽ സംഘടനയുടെ സമരത്തിനെതിരെ പ്രവർത്തിച്ച അവരെ പിന്തുണയ്ക്കുന്നതിൽ ALRSലെ നല്ലൊരു വിഭാഗം എതിരായിരുന്നു. പക്ഷേ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ആര് നടത്തിയാലും അതിനെ പിന്തുണയ്ക്കുന്നതായിരിക്കണം ഒരു നല്ല ട്രേഡ് യൂണിയൻ്റെ ധർമ്മം എന്ന അദ്ദേഹത്തിൻ്റെ വാദം മുഖവിലക്കെടുത്ത് ALRSയെ ആ സമരത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല മുഖ്യധാരയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് NFIR എന്ന ഭരണപക്ഷ യൂണിയൻ റെയിൽവേ ഭരണകൂടവുമായി ഒത്തുചേർന്ന് സമരത്തിനെതിരെ കരിങ്കാലിപ്പണി ചെയ്തപ്പോൾ സമരം പൂർണ്ണ വിജയം കൈവരിച്ചില്ല. എങ്കിലും ആ സമരത്തിലെ പ്രധാന ആവശ്യമായ തൊഴിലാളികളുടെ ബോണസ് ചരിത്രത്തിലാദ്യമായി റെയിൽവേ തൊഴിലാളികൾക്ക് ലഭിച്ചു. സമരം കഴിഞ്ഞതോടെ സർക്കാരും റെയിൽവേ ഭരണകൂടവും അവരുടെ വേട്ടയാടൽ ആരംഭിച്ചു. 100 കണക്കിന് നേതാക്കന്മാരെ പിരിച്ചുവിട്ടു. വളരെയധികം ആൾക്കാരെ മറ്റ് ഡിവിഷനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിരിച്ചുവിടപ്പെട്ടവരിൽ സഖാവ് ഏഞ്ചലും ഉൾപ്പെട്ടു. സമരത്തിന് തുടക്കമിട്ട സംഘടന അവരുടെ തനിനിറം വീണ്ടും കാണിച്ചു. അവരുടെ വേണ്ടപ്പെട്ട ചില നേതാക്കന്മാരെ ഒഴിച്ച് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിനെയോ എന്തിനധികം അവരുടെ മെമ്പർമാരെയോ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. മാത്രവുമല്ല, റെയിൽവേയിൽ തിരിച്ചെത്താൻ സഹായിക്കുന്നതിന് വേണ്ടി സ്വന്തം അംഗങ്ങളുടെ കയ്യിൽ നിന്നുവരെ നേതൃത്വം പണം ആവശ്യപ്പെടാൻ തുടങ്ങി. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സമരങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ ഇത്ര നാറിയ ഒരധ്യായം വേറെയില്ല. അടുത്ത സർക്കാരിൽ ശ്രീ മധു ദന്തവധെ റെയിൽവേ മന്ത്രിയായപ്പോഴാണ് ഇവരെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിൽ നിന്നുണ്ടായത്. ആ സമരത്തിലെ പ്രധാന സൂത്രധാരൻ, ശക്തനായ പോരാളി, അടിയുറച്ച തീവ്രമായ നിലപാടുകളുടെയും സമരങ്ങളുടെയും സംഘാടകൻ എന്നെല്ലാം ആണെന്നതായിരിക്കാം പിരിച്ചുവിടപ്പെട്ട സംഘടനയിലെ മിക്കവരെയും തിരിച്ചെടുത്തപ്പോഴും സഖാവ് PC ഏഞ്ചലിനെ മാത്രം തിരിച്ചെടുക്കാതിരുന്നത്. 1976 മാത്രമാണ് അദ്ദേഹത്തിന് സർവീസിൽ തിരിച്ചെത്താൻ കഴിഞ്ഞത്. റിമൂവൽ വരെയുള്ള ശിക്ഷാ നടപടികൾക്ക് അടിപ്പെട്ട് സംഘടനാ പ്രവർത്തനം ദുഷ്കരമായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഉറപ്പുള്ള സോണൽ പ്രസിഡന്റായി സംഘടനയെ നയിച്ചു. വീണ്ടും ശക്തി പ്രാപിക്കുന്നതുവരെ സംഘടനയെ ചേർത്ത് നിർത്തിയ സോണൽ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1981 സമരത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ശരിക്കും എടുത്തു പറയത്തക്കതാണ്. ആ സമരത്തിന് ശേഷം സംഘടനയ്ക്കും അതിലെ ജീവനക്കാർക്കുമെതിരെ അതിശക്തമായ പ്രതികാര പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അനവധി പേരെ പിരിച്ചുവിടുകയും വളരെയേറെ പേരെ ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫറിലേക്ക് തള്ളിവിടുകയും ചെയ്തു. 1981 സമരത്തിന് ശേഷം സംഘടനയിലുണ്ടായ ചില ഉപജാപങ്ങളും ഫലമായുള്ള അസ്വാരസ്യങ്ങളും അപൂർവം ചിലരുടെയെങ്കിലും കൊഴിഞ്ഞുപോക്കിന് കാരണമായി. അതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. പുതിയ തലമുറയെ സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ച അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അവരിൽ ആവേശമുണർത്തുകയും ബഹുഭൂരിപക്ഷം പേരും സഖാവിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. 31/10/1996 സർവീസിൽ നിന്നും പിരിയുന്ന കാലം വരെയും ശക്തനായ പോരാളിയും
തീവ്രമായ സമരങ്ങളുടെ സംഘാടകനും സംഘടനയിൽ അചഞ്ചലമായ വിശ്വാസമുള്ള വ്യക്തിയും നിലപാടുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത നേതാവുമായിരുന്നു സഖാവ് PC ഏഞ്ചൽ. ജോലിയിൽ നിന്നും പിരിഞ്ഞ ശേഷം ഏകദേശം 28 വർഷത്തോളം 86 വയസ്സുവരെയുള്ള ജീവിതത്തിനിടയിൽ കൊല്ലത്തും പരിസരത്ത് നടക്കുന്ന ALRSയുടെ എല്ലാ പരിപാടികളിലും ആരോഗ്യമുള്ളിടത്തോളം കാലം മുൻനിര നേതാവായിരുന്നു സഖാവ്. കേന്ദ്ര സർക്കാർ പെൻഷനേഴ്സ് യൂണിയന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത സഖാവ് പിന്നീട് മരിക്കുന്നതുവരെ അതിൻ്റെ രക്ഷാധികാരിയായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും സംഘടനയുടെ എല്ലാ പ്രശ്നങ്ങളെയും പറ്റി അന്വേഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും പിന്തുണ നൽകുകയും ജീവനക്കാരെ ആവേശത്തോടെ പങ്കാളികളാക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു സഖാവിൻ്റേത്. പ്രിയ സഖാവെ, അങ്ങ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും അങ്ങയുടെ ആദർശങ്ങളും നിലപാടുകളും നടപ്പിലാക്കാൻ ഞങ്ങളെപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. പുതുതലമുറയുടെ മനസ്സിലും ഞങ്ങളുടെ മനസ്സിലും അങ്ങ് തെളിച്ച ദീപം എപ്പോഴും വഴികാട്ടിയായി ഉണ്ടാവട്ടെ. തീവ്രമായ വേദനയോടെയാണെങ്കിലും ലാൽ സലാം സഖാവേ, ലാൽ സലാം. എന്തിനു നമ്മൾ ഭയക്കണം, എന്തിനു പിന്തിരിഞ്ഞിടണം, എന്തിനു ശബ്ദമുയർത്താതിരിക്കണം, എന്തിനു നമ്മൾ പതറിടേണം. എന്തിനു നമ്മൾ ഭയക്കണം, എന്തിനു പിന്തിരിഞ്ഞി